ഗയ്സ്, എല്ലാവർക്കും മിക്സ്ഡ് മീൻഹലോട്ട് സ്വാഗതം. ഇന്ന് ഞാനൊരു മീൻ കറീൻ്റെ സിമ്പിൾ ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയിട്ടാണ് വന്നിട്ടുള്ളത്. ഫസ്റ്റ് നമ്മൾ വെളിച്ചെണ്ണ പാനിലോട്ട് ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ അതിലോട്ട് ഉലുവ 1 സ്പൂണാണ് ഇടേണ്ടത്. പിന്നെ നമ്മൾ അതിലോട്ട് ഒരു വെല്ലുള്ളി അരിഞ്ഞതാണ് ഇടേണ്ടത്. നമുക്ക് ഇതിലോട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് തക്കാളി അരിഞ്ഞത്, മുളക്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അരച്ചത്, ഈ 4 ഇൻഗ്രീഡിയൻസാണ് വേണ്ടത്. പിന്നെ നമ്മൾ നല്ല പോലെ വെല്ലുള്ളി വാട്ടിയതിന് ശേഷം അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പാണ് ഇട്ട് കൊടുക്കേണ്ടത്. വെല്ലുള്ളി വാടുന്ന വരെ നിങ്ങൾക്കിത് മിക്സ് ചെയ്തുകൊണ്ട് നിൽക്കാം. മിക്സ് ചെയ്തിട്ട് ഒരു പാകം വെല്ലുള്ളി ഒന്ന് കരിയുന്നത് വരെ നിങ്ങൾ കരിയല്ല, ഒരു ഡ്രൈ ആയതുപോലെ ഒരു കാപ്പി കളർ വരുമ്പോൾ നിങ്ങൾ അതിലോട്ട് ബാക്കി ചേരുവകളെല്ലാം ഇട്ടെടുക്കാം. പിന്നെ അതെല്ലാം യോജിപ്പിക്കുകയാണ് വേണ്ടത്. നല്ലപോലെ യോജിപ്പിച്ചതിന് ശേഷം 2 മിനിറ്റ് മൂടി വയ്ക്കുകയാണ് വേണ്ടത്. ഇനി തുറന്നതിന് ശേഷം നിങ്ങൾ അതിലോട്ട് മസാലകളാണ് നമുക്ക് ആഡ് ചെയ്ത് വെക്കാനുള്ളത്. നല്ലപോലെ യോജിക്കണം. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം 2 മിനിറ്റ് നിങ്ങൾ മൂടി വയ്ക്കുകയാണ് വേണ്ടത് ഫസ്റ്റ് നമ്മൾ. പിന്നെ അതിലോട്ടുള്ള മസാലയാണ് കാണിക്കുന്നത്. ഫസ്റ്റ് നമ്മൾ മുളക് പൊടി, ചില്ലി പൗഡറാണ് ഫസ്റ്റ് ഞാൻ ഇടുന്നത്. ഇത് 1.5 സ്പൂണ് വീതം ഇടാം. നിങ്ങൾക്ക് എത്രത്തോളം എരിവ് വേണം അത്രയ്ക്കും മുളക് പൊടി ഇടാം. ഞാൻ 1.5 സ്പൂണാണ് ഇട്ടിട്ടുള്ളത്, 2 സ്പൂൺ അടുത്ത് വരും. പിന്നെ ഞാൻ ഇടുന്നത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി 1 സ്പൂൺ ഇടുന്നുള്ളൂ. നിങ്ങളുടെ വീട്ടുകാരുടെ ടേസ്റ്റിനനുസരിച്ച് ചെയ്യണം നിങ്ങളിടുന്നത്. എനിക്ക് മുളക് എരിവ് ഇഷ്ടമില്ല, അതുകൊണ്ടാണ് കുറച്ച് ഇട്ടിട്ടുള്ളത്. പിന്നെ നിങ്ങൾ മഞ്ഞൾപ്പൊടി ആവശ്യത്തിനിടുക. പിന്നെ ഇതെല്ലാം കൂടി നിങ്ങൾ കൂട്ടി യോജിപ്പിക്കുകയാണ് വേണ്ടത്. ഇതെല്ലാം ആവശ്യത്തിന് നിങ്ങൾ ഇടുക. നല്ല സ്മെല്ലടിക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾക്ക് എത്രത്തോളം എരിവ്, എത്രത്തോളം മല്ലി വേണം അത്രയ്ക്ക് നിങ്ങൾ ഇടുകയാണ് വേണ്ടത്. പിന്നെ നിങ്ങളൊരു 2-3 മിനിറ്റ് അടച്ച് വെക്കും. പിന്നെ നിങ്ങൾ പുളി ഒഴിക്കണം. പുളി നമ്മൾ ഒഴിക്കുന്ന രൂപം എന്ന് പറഞ്ഞാൽ പുളി വെള്ളത്തിലിട്ട് വെച്ച് അത് ഒഴിക്കലാണ്. പിന്നെ അതിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് പിന്നെ അതങ്ങനെ ഒഴിക്കും. നിങ്ങൾക്ക് എങ്ങനെയും പുളി ഇടട്ടോ. പിന്നെ ഞങ്ങൾ ഇങ്ങനെയൊന്നും ഇവിടെ യൂസ് ചെയ്യില്ല. പിന്നെ അത് നല്ലപോലെ കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം ഒരു 4 മിനിറ്റ് മൂടി വെക്കുകയാണ് വേണ്ടത്. പിന്നെയും കുറച്ച് കഴിഞ്ഞിട്ട് തുറന്നതിന് ശേഷം നിങ്ങൾ അതിലോട്ട് മീൻ ആഡ് ചെയ്തെടുക്കണം. ഞങ്ങളിവിടെ മത്തി ആയിരുന്നു വാങ്ങിയിട്ടുണ്ട്. മത്തി ഫിഷ് കറി മത്തിയാണ്, മീൻ കറിയിൽ ഫിഷ് കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പം നിങ്ങൾ പരമാവധി സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക. പിന്നെ ഞങ്ങൾ ഇങ്ങനെ നിരത്തി വെക്കുകയാണ് വേണ്ടത്. നിരത്തി വെച്ച മീൻ നിങ്ങൾ നല്ലപോലെ അതിലേക്ക് പുതിർത്തി വെക്കണം. അത് നല്ലപോലെ അതിൽ പിടിക്കാനാണ് പറ്റുന്നത്. നല്ല നെയ്യുള്ള ഒരു മത്തിയായിരുന്നു, അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു ചീനച്ചട്ടിയിൽ ഞങ്ങൾ ഇത് കണ്ട് നിങ്ങളൊരു നെറ്റൊന്നും വേണ്ട. എൻ്റെ അമ്മക്ക് ഭയങ്കര സെൻറ്റിമെൻറ്റ്സുള്ള ചട്ടി ആയതുകൊണ്ട് ഒഴിവാക്കാതെ വെച്ചിട്ടുള്ളതാണ്. പിന്നെ നിങ്ങൾ മീഡിയമാണ് ഇടേണ്ടത്, ഹൈ ഫ്ലെയിം ഇടരുത്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.